ഒരു ക്രിസ്ത്യാനിയുമായിട്ട് ആശയപരമായി ഏറ്റുമുട്ടി. ഞാൻ പറഞ്ഞു, കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചെയ്ത യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കും. മാത്രമല്ല, അന്ന് ക്രിസ്തു ശത്രുക്കൾ ഇവിടെ വന്നിട്ടില്ല. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്തുവിനെ കപ്പൽ കയറ്റും. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആകവനെ കടൽ കടത്തും, കപ്പൽ കയറ്റുമെന്ന്. പക്ഷേ ഞാൻ സ്വപ്നം വിശ്വസിക്കുകയില്ല, ദർശനം അന്നും ഇന്നും വിശ്വസിക്കുകയില്ല. അവിടെ പ്രിയ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല ഞാൻ. പക്ഷേ എന്റെ ഒരു അശരീയ മനസ്സിന്റെ മന്ത്രണം എന്ന് പറയാം. അവിടെ നിന്ന് കേട്ട ശബ്ദം, നിന്നേക്കാൾ വമ്പന്മാർ, കൊമ്പന്മാർ, തമ്പുരാന്മാരെല്ലാം കൊമ്പരച്ച് പരാജയപ്പെട്ട വേദിയാണ് ഇവിടെ. അതുകൊണ്ട് നസ്രായനായ യേശുവിനോട് ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയി. അങ്ങനെ ഏറ്റുമുട്ടാൻ പോയി. ഒരു 3 വർഷത്തെ നിരന്തരമായ സംഘടന അതനുഭവിച്ചിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഇതിനെക്കുറിച്ച് പര്യവേക്ഷണം നടത്തി മതിയാക്കിയിട്ട് ക്രിസ്തുവിനോട് അടിയറ പറഞ്ഞു. തച്ചനെന്ന് അതുവരെ വിചാരിച്ചു. പിന്നെ മനസ്സിലായി, ഇവൻ തച്ചനല്ല, പ്രപഞ്ചമെന്ന മഹാസൗധം പടിന്തച്ഛനാണ്. അതുവരെ ഞാൻ മറിയത്തിന്റെ മകൻ, മശിയുടെ യേശുയുടെ മകനാണ്. പക്ഷേ അവൻ മഹാദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ കടൽ കടത്തി പറഞ്ഞയക്കുമെന്ന്. അല്ല, യേശു ക്രിസ്തു പറഞ്ഞു, നീ പറയണം, യേശു ക്രിസ്തുവിനെ നിനക്ക് വേണമെന്ന് മറ്റുള്ളവരോട്, ഇന്ത്യയോട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനോട് ഞാൻ പരാജയം സമ്മതിച്ചു. അതുകൊണ്ട് പ്രാണായാമം, യോഗാഭ്യാസവും ആദ്യം ഇതൊക്കെ പഠിച്ച്, മഗ്നോണിസം പഠിച്ച്, ഒടുവിലായി എല്ലായിടത്തും തോറ്റ് നസ്രായനെ യേശുവിനോട് ഒരു സമരത്തിനിറങ്ങി. പരാജയപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ എന്റെ കൊച്ചു കൈകൾ നീട്ടിപ്പിടിച്ചു, കുത്തിയിറക്കി പേന ഊറി വന്നു. ചോര നോക്കി, ചുവന്ന ചോര, ചൂടുള്ള ചോര, ചുരുക്കുള്ള ചോര. 25ാമത്തെ വയസ്സിന്റെ നല്ല സമയം. പക്ഷെ എഴുതി വെച്ചു, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. 1957 ഒടുക്കത്തെ നാളിൽ എന്റെ അധരങ്ങൾ നടന്നു വീണ ആ മുദ്രാവാക്യം അന്നും ഇന്നും എനിക്ക്